എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനാധിപത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതുജനാഭിപ്രായം. പേര് കേട്ടിട്ട് എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ലേ? പേടിക്കണ്ട, നമുക്കിത് വളരെ ലളിതമായി കഥകളിലൂടെയും ഉദാഹരണങ്ങളോടെയും പഠിക്കാം. അപ്പോ ജനാധിപത്യത്തിന്റെ ശക്തി എന്താണെന്നറിയാൻ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഇത് SSLC ഹിസ്റ്ററിയിലെ 5ാമത്തെ പാഠമാണ്. നമ്മുടെ പാഠം തുടങ്ങുന്നത് ഒരു പത്രവാർത്തയോടെയാണ്. പൊതുജനാരോഗ്യ ബിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം എന്നാണ് തലക്കെട്ട്. കേരള നിയമസഭയുടെ സെലക്ട് കമ്മിറ്റി പൊതുജനാരോഗ്യ ബില്ലിനെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണിത്. എന്തിനാണ് സർക്കാർ ഇങ്ങനെ അഭിപ്രായം ചോദിക്കുന്നത്? കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് സർക്കാർ നയങ്ങൾ രൂപീകരിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്താണ്. നിങ്ങളുടെ നാട്ടിലെ ഗ്രാമസഭയിലോ വാർഡ് സഭയിലോ നിങ്ങൾ പോയിട്ടുണ്ടോ? അവിടെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? റോഡിലെ വഴിവിളക്കുകൾ കത്താത്ത പ്രശ്നം, മാലിന്യ സംസ്കരണം, കുടിവെള്ളക്ഷാമം, വികസന പ്രശ്നങ്ങൾ തുടങ്ങി നമ്മളെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യും. എന്നിട്ട് അവിടെ ഒത്തുകൂടുന്ന ആളുകളുടെ പൊതുവായ അഭിപ്രായം കണക്കിലെടുത്താണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് പൊതുജനാഭിപ്രായത്തിനൊരു ചെറിയ ഉദാഹരണമാണ്. ഇനി സ്കൂളിലെ കാര്യമെടുത്താലോ? നിങ്ങളുടെ സ്കൂളിലെ ആനിവേഴ്സറി ആഘോഷങ്ങളെക്കുറിച്ച് അധികാരികൾ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാറുള്ളത്? സ്കൂൾ പാർലമെന്റിലൂടെയോ അല്ലെങ്കിൽ ക്ലാസ് റെപ്രസെന്റേറ്റീവ് വഴി ഓർഗനൈസിംഗ് കമ്മിറ്റിയിലോ നിങ്ങൾ അഭിപ്രായം അറിയിക്കാറില്ലേ? അപ്പോൾ നമ്മുടെ ചുറ്റും തന്നെ പൊതുജനാഭിപ്രായം ശേഖരിക്കുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതുജനാഭിപ്രായം? നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ തന്നെ ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും താൽപ്പര്യങ്ങളും അഭിലാഷങ്ങളുമാണ്. ഒരു പ്രത്യേക വിഷയത്തിൽ സമൂഹത്തിലെ ഒരു വിഭാഗം പൊതുവായി പുലർത്തുന്ന നിലപാടിനെയും നമുക്ക് പൊതുജനാഭിപ്രായം എന്നു പറയാം. പൊതുജനാഭിപ്രായത്തിലൂടെ ശാക്തീകരിക്കപ്പെട്ട പൗരന്മാർ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അഭിപ്രായങ്ങളുടെ യുക്തിയും ശാസ്ത്രീയ കാഴ്ചപ്പാടും പൊതുജനാഭിപ്രായത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും. ഇത് സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തുന്ന ഒരു സിവിൽ സൊസൈറ്റി രൂപപ്പെടാൻ സഹായിക്കും. എന്താണ് ഈ സിവിൽ സൊസൈറ്റി? ജനാധിപത്യത്തിലെ ഒരു പ്രധാന ആശയമാണിത്. സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളും ഗ്രൂപ്പുകളും ആളുകളും ഇതിലുൾപ്പെടുന്നു. അവരിത് ചെയ്യുന്നത് സ്വമേധയായാണ്. ഗവൺമെന്റിന്റെ നിയന്ത്രണമോ ലാഭേച്ഛയോ ഇല്ലാതെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ വ്യത്യസ്ത വീക്ഷണങ്ങളെയും ആശയങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഇനി നമുക്ക് പൊതുജനാഭിപ്രായത്തിന്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഒന്നാമതായി, പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു, അഥവാ റിഫ്ലെക്ട്സ് ഡൈവേഴ്സ് ഒപ്പീനിയൻസ്. ഒരു വിഷയത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കുമോ? അല്ല, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം ചേർന്നാണ് ഒരു പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത്. രണ്ടാമതായി, പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെ മാത്രം കാഴ്ചപ്പാടല്ല, മറിച്ച് ഒരു വിഷയത്തിൽ പൊതുവായൊരു അഭിപ്രായ സമന്വയം അഥവാ ജനറൽ കോൺസെൻസസ് ഉണ്ടാക്കലാണ്. അതായത് ഒരു വിഷയത്തിൽ ഭൂരിപക്ഷം ആളുകൾ ഒരു കാര്യം പറയുന്നു എന്നതുകൊണ്ട് മാത്രം അത് പൊതുജനാഭിപ്രായമാകില്ല. ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഒരു പൊതുവായ ധാരണയിലെത്തുന്നതാണ് പ്രധാനം. മൂന്നാമതായി, സാഹചര്യങ്ങൾക്കും കാലത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാം. പണ്ട് ശരിയെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നില്ലേ? ഉദാഹരണത്തിന്, നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കെതിരെയും ശക്തമായ പൊതുജനാഭിപ്രായം രൂപപ്പെട്ടതുകൊണ്ടല്ലേ മാറ്റങ്ങൾ വന്നത്? നാലാമതായി, പൊതുജനാഭിപ്രായം രാഷ്ട്രീയ വിഷയങ്ങളിൽ മാത്രമല്ല, സാമൂഹികോ സാമ്പത്തികോ സാംസ്കാരികോ കാര്യങ്ങളിലും രൂപപ്പെടുന്നു. നമ്മുടെ വസ്ത്രധാരണം, ഭക്ഷണരീതി, സിനിമകൾ, കല തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പൊതുവായ അഭിപ്രായങ്ങൾ രൂപപ്പെടാറില്ലേ? അഞ്ചാമതായി, പൊതുജനാഭിപ്രായം പ്രകടിപ്പിക്കാൻ ഒരു പ്രത്യേക സ്ഥലമില്ല. ആർക്കും എവിടെ നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാം. പണ്ടൊക്കെ പത്രങ്ങളിലൂടെയും യോഗങ്ങളിലൂടെയുമായിരുന്നു അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ വന്നതോടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും അഭിപ്രായം പറയാമല്ലോ, അല്ലേ? ആറാമതായി, പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. ജനങ്ങൾക്ക് സർക്കാരിനോടും സർക്കാരിന് ജനങ്ങളോടും ആശയവിനിമയം നടത്താനുള്ള ഒരു പാലമായി പൊതുജനാഭിപ്രായം പ്രവർത്തിക്കുന്നു. ഒരു പൊതുവിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായമെന്ന് നമ്മൾ കണ്ടു. വ്യക്തികളുടെ സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലം, മനോഭാവം, വിശ്വാസം, മുൻവിധികൾ, നേതൃത്വ കഴിവുകൾ, വിദ്യാഭ്യാസം തുടങ്ങിയ ഘടകങ്ങൾ പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നതിനെ സ്വാധീനിക്കുന്നു. പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത് യാന്ത്രികമായിട്ടല്ല. സമൂഹത്തിലൊരു പൊതുപ്രശ്നമുണ്ടാകുമ്പോൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ
അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു. ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും അത് പൊതുജനാഭിപ്രായമായി ഉയർന്നുവരികയും ചെയ്യുന്നു. ഇങ്ങനെ ഔപചാരികവും അനൗപചാരികവുമായ പ്രക്രിയകളിലൂടെയാണ് പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത്. പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നതിലെ ചില ഏജൻസികളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, കുടുംബം അഥവാ ഫാമിലി. ഒരു കുട്ടിയുടെ സാമൂഹികവൽക്കരണ പ്രക്രിയ അഥവാ സോഷ്യലൈസേഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഒരു കുടുംബത്തിലെ സംഭാഷണം ശ്രദ്ധിക്കൂ. ചൂട് കൂടുന്നുണ്ടല്ലേ? ആഗോളതാപനത്തെക്കുറിച്ച് പത്രത്തിലൊരു ലേഖനമുണ്ടായിരുന്നു. അത് കുറയ്ക്കാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? തൈകൾ നട്ടും മാലിന്യങ്ങൾ കത്തിക്കുന്നതിന് പകരം ശാസ്ത്രീയമായി സംസ്കരിച്ചും നമുക്ക് ചൂടിന്റെ തീവ്രത കുറയ്ക്കാനും അതുവഴി ഭൂമിയെ രക്ഷിക്കാനും സാധിക്കും. ഇത്തരം ചർച്ചകളിൽ നിങ്ങൾ മാതാപിതാക്കളോടൊപ്പം പങ്കെടുക്കാറുണ്ടോ? ഒരു കുട്ടിയുടെ അഭിപ്രായം രൂപീകരണത്തിൽ കുടുംബത്തിലെ പരമ്പരാഗത വിശ്വാസങ്ങളും ധാരണകളും സ്വാധീനം ചെലുത്തുന്നുണ്ട്. രാഷ്ട്രീയം, വിശ്വാസങ്ങൾ, മതം, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന കുടുംബത്തിലെ ചർച്ചകളിൽ കുട്ടിയൊരു പങ്കാളിയോ സാക്ഷിയോ ആണ്. ഈ രീതിയിൽ വിവിധ വിഷയങ്ങളിൽ കുട്ടിയുടെ അഭിപ്രായം രൂപീകരിക്കുന്നതിൽ കുടുംബത്തിന് ഒന്നാം സ്ഥാനമുണ്ട്. അതുകൊണ്ട് പൊതുജനാഭിപ്രായം രൂപീകരണത്തിന്റെ ആദ്യഘട്ടം കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് പറയാം. ഇനി സ്കൂളിലെ കാര്യമെടുത്താലോ? നിങ്ങളുടെ സ്കൂളിലെ ആനിവേഴ്സറി ആഘോഷങ്ങളെക്കുറിച്ച് അധികാരികൾ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാറുള്ളത്? സ്കൂൾ പാർലമെന്റിലൂടെയോ അല്ലെങ്കിൽ ക്ലാസ് റെപ്രസെന്റേറ്റീവ് വഴി ഓർഗനൈസിംഗ് കമ്മിറ്റിയിലോ നിങ്ങൾ അഭിപ്രായം അറിയിക്കാറില്ലേ? അപ്പോൾ നമ്മുടെ ചുറ്റും തന്നെ പൊതുജനാഭിപ്രായം ശേഖരിക്കുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതുജനാഭിപ്രായം? നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ തന്നെ ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും താൽപ്പര്യങ്ങളും അഭിലാഷങ്ങളുമാണ്. ഒരു പ്രത്യേക വിഷയത്തിൽ സമൂഹത്തിലെ ഒരു വിഭാഗം പൊതുവായി പുലർത്തുന്ന നിലപാടിനെയും നമുക്ക് പൊതുജനാഭിപ്രായമെന്ന് പറയാം. പൊതുജനാഭിപ്രായത്തിലൂടെ ശാക്തീകരിക്കപ്പെട്ട പൗരന്മാർ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അഭിപ്രായങ്ങളുടെ യുക്തിയും ശാസ്ത്രീയ കാഴ്ചപ്പാടും പൊതുജനാഭിപ്രായത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും. ഇത് സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തുന്ന ഒരു സിവിൽ സൊസൈറ്റി രൂപപ്പെടാൻ സഹായിക്കും. എന്താണ് ഈ സിവിൽ സൊസൈറ്റി? ജനാധിപത്യത്തിലെ ഒരു പ്രധാന ആശയമാണിത്. സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളും ഗ്രൂപ്പുകളും ആളുകളും ഇതിലുൾപ്പെടുന്നു. അവരിത് ചെയ്യുന്നത് സ്വമേധയായാണ്. ഗവൺമെന്റിന്റെ നിയന്ത്രണമോ ലാഭേച്ഛയോ ഇല്ലാതെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ വ്യത്യസ്ത വീക്ഷണങ്ങളെയും ആശയങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഇനി നമുക്ക് പൊതുജനാഭിപ്രായത്തിന്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു, അഥവാ റിഫ്ലക്സ് ഡൈവേഴ്സ് ഒപ്പീനിയൻസ്. ഒരു വിഷയത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കുമോ? അല്ല, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം ചേർന്നാണ് ഒരു പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത്. രണ്ടാമതായി, പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെ മാത്രം കാഴ്ചപ്പാടല്ല, മറിച്ച് ഒരു വിഷയത്തിൽ പൊതുവായ ഒരു അഭിപ്രായ സമന്വയം അഥവാ ജനറൽ കോൺസെൻസസ് ഉണ്ടാക്കലാണ്. അതായത് ഒരു വിഷയത്തിൽ ഭൂരിപക്ഷം ആളുകൾ ഒരു കാര്യം പറയുന്നു എന്നതുകൊണ്ട് മാത്രം അത് പൊതുജനാഭിപ്രായമാകില്ല. ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഒരു പൊതുവായ ധാരണയിലെത്തുന്നതാണ് പ്രധാനം. മൂന്നാമതായി, സാഹചര്യങ്ങൾക്കും കാലത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാം. പണ്ട് ശരിയെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നില്ലേ? ഉദാഹരണത്തിന്, നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കെതിരെയും ശക്തമായ പൊതുജനാഭിപ്രായം രൂപപ്പെട്ടതുകൊണ്ടല്ലേ മാറ്റങ്ങൾ വന്നത്? നാലാമതായി, പൊതുജനാഭിപ്രായം രാഷ്ട്രീയ വിഷയങ്ങളിൽ മാത്രമല്ല, സാമൂഹികോ സാമ്പത്തികോ സാംസ്കാരികോ കാര്യങ്ങളിലും രൂപപ്പെടുന്നു. നമ്മുടെ വസ്ത്രധാരണം, ഭക്ഷണരീതി, സിനിമകൾ, കല തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പൊതുവായ അഭിപ്രായങ്ങൾ രൂപപ്പെടാറില്ലേ? അഞ്ചാമതായി, പൊതുജനാഭിപ്രായം പ്രകടിപ്പിക്കാൻ ഒരു പ്രത്യേക സ്ഥലമില്ല. ആർക്കും എവിടെ നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാം. പണ്ടൊക്കെ പത്രങ്ങളിലൂടെയും യോഗങ്ങളിലൂടെയുമായിരുന്നു അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ വന്നതോടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും അഭിപ്രായം പറയാമല്ലോ, അല്ലേ? ആറാമതായി, പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. ജനങ്ങൾക്ക് സർക്കാരിനോടും സർക്കാരിന് ജനങ്ങളോടും ആശയവിനിമയം നടത്താനുള്ള ഒരു പാലമായി പൊതുജനാഭിപ്രായം പ്രവർത്തിക്കുന്നു. ഒരു പൊതുവിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായമെന്ന് നമ്മൾ കണ്ടു. വ്യക്തികളുടെ സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലം, മനോഭാവം, വിശ്വാസം, മുൻവിധികൾ, നേതൃത്വ കഴിവുകൾ, വിദ്യാഭ്യാസം തുടങ്ങിയ ഘടകങ്ങൾ പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നതിനെ സ്വാധീനിക്കുന്നു. പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത് യാന്ത്രികമായിട്ടല്ല. സമൂഹത്തിൽ ഒരു പൊതുപ്രശ്നമുണ്ടാകുമ്പോൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു. ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും അത് പൊതുജനാഭിപ്രായമായി ഉയർന്നുവരികയും ചെയ്യുന്നു. ഇങ്ങനെ ഔപചാരികവും അനൗപചാരികവുമായ പ്രക്രിയകളിലൂടെയാണ് പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത്. പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നതിലെ ചില ഏജൻസികളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, കുടുംബം അഥവാ ഫാമിലി. ഒരു കുട്ടിയുടെ സാമൂഹികവൽക്കരണ പ്രക്രിയ അഥവാ സോഷ്യലൈസേഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഒരു കുടുംബത്തിലെ സംഭാഷണം ശ്രദ്ധിക്കൂ. ചൂട് കൂടുന്നുണ്ടല്ലേ? ആഗോളതാപനത്തെക്കുറിച്ച് പത്രത്തിലൊരു ലേഖനമുണ്ടായിരുന്നു. അത് കുറയ്ക്കാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും?
തൈകൾ നട്ടും മാലിന്യങ്ങൾ കത്തിക്കുന്നതിനു പകരം ശാസ്ത്രീയമായി സംസ്കരിച്ചും നമുക്ക് ചൂടിന്റെ തീവ്രത കുറയ്ക്കാനും അതുവഴി ഭൂമിയെ രക്ഷിക്കാനും സാധിക്കും. ഇത്തരം ചർച്ചകളിൽ നിങ്ങൾ മാതാപിതാക്കളോടൊപ്പം പങ്കെടുക്കാറുണ്ടോ? ഒരു കുട്ടിയുടെ അഭിപ്രായം രൂപീകരണത്തിൽ കുടുംബത്തിലെ പരമ്പരാഗത വിശ്വാസങ്ങളും ധാരണകളും സ്വാധീനം ചെലുത്തുന്നുണ്ട്. രാഷ്ട്രീയം, വിശ്വാസങ്ങൾ, മതം, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന കുടുംബത്തിലെ ചർച്ചകളിൽ കുട്ടി ഒരു പങ്കാളിയോ സാക്ഷിയോ ആണ്. ഈ രീതിയിൽ വിവിധ വിഷയങ്ങളിൽ കുട്ടിയുടെ അഭിപ്രായം രൂപീകരിക്കുന്നതിൽ കുടുംബത്തിന് ഒന്നാം സ്ഥാനമുണ്ട്. അതുകൊണ്ട് പൊതുജനാഭിപ്രായം രൂപീകരണത്തിന്റെ ആദ്യഘട്ടം കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് പറയാം. ഇനി സ്കൂളിലെ കാര്യമെടുത്താലോ? നിങ്ങളുടെ സ്കൂളിലെ ആനിവേഴ്സറി ആഘോഷങ്ങളെക്കുറിച്ച് അധികാരികൾ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാറുള്ളത്? സ്കൂൾ പാർലമെന്റിലൂടെയോ അല്ലെങ്കിൽ ക്ലാസ് റെപ്രസെന്റേറ്റീവ് വഴി ഓർഗനൈസിംഗ് കമ്മിറ്റിയിലോ നിങ്ങൾ അഭിപ്രായം അറിയിക്കാറില്ലേ? അപ്പോൾ നമ്മുടെ ചുറ്റും തന്നെ പൊതുജനാഭിപ്രായം ശേഖരിക്കുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതുജനാഭിപ്രായം? നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായം. പൊതുജനാഭിപ്രായത്തെ രൂപപ്പെടുത്തുന്ന മറ്റ് ഏജൻസികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. 4. മാധ്യമങ്ങൾ, മീഡിയ. പൊതുജനാഭിപ്രായത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പരമ്പരാഗത മാധ്യമങ്ങളായ പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, അതുപോലെ പുതിയ മാധ്യമങ്ങളായ ഡിജിറ്റൽ, സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ ലഭ്യമാവുന്ന വാർത്തകളും ചർച്ചകളും പരസ്യപരിപാടികളും ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നു. ഒരു പ്രശ്നത്തെ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താനും മാധ്യമങ്ങൾക്ക് കഴിയും. 1. പത്രങ്ങൾ, അതായത് ന്യൂസ് പേപ്പേഴ്സ്. രാഷ്ട്രീയവും സാമൂഹികവുമായ എല്ലാ സംഭവങ്ങളെയും പൊതുജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നതിൽ പത്രങ്ങൾ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. സമകാലിക വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെയും അതേസമയം ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിലേക്ക് എത്തിക്കുന്നതിലൂടെയും ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്താൻ പത്രങ്ങൾക്ക് കഴിയും. മഹാത്മാഗാന്ധി പത്രപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞത് കേൾക്കൂ. പത്രപ്രവർത്തനത്തിന്റെ ഏക ലക്ഷ്യം സേവനമായിരിക്കണം എന്ന് ഇന്ത്യൻ ഒപ്പീനിയന്റെ ആദ്യ മാസത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കി. പത്രങ്ങൾ ഒരു വലിയ ശക്തിയാണ്, പക്ഷേ നിയന്ത്രണമില്ലാത്ത ഒരു പേന നാശത്തിനു മാത്രമേ ഉപകരിക്കൂ. എന്നാൽ ചിലപ്പോൾ ചില വാർത്തകൾ വസ്തുതാപരമാകണമെന്നില്ല. അത് പൊതുജനാഭിപ്രായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും സാധ്യതയുണ്ട്. നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ കാരണം തെറ്റായ വാർത്തകൾ ഓൺലൈൻ പത്രങ്ങളിലൂടെയും മറ്റും ജനങ്ങളിലേക്ക് എത്തിയേക്കാം. 2. റേഡിയോ, ടെലിവിഷൻ. ഇവ സാമൂഹിക ജീവിതത്തിന്റെ ഒരു കണ്ണാടിയായി പ്രവർത്തിക്കുന്നു. അച്ചടി മാധ്യമങ്ങൾ സാക്ഷരരായ സമൂഹത്തെ മാത്രം പരിഗണിക്കുമ്പോൾ നിരക്ഷരരായ സമൂഹത്തിൽ ആശയങ്ങളും അറിവുകളും രൂപീകരിക്കുന്നതിൽ റേഡിയോയും ടെലിവിഷനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. 3. സോഷ്യൽ മീഡിയ. ഇന്ന് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്കും എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഒരു പ്രധാന പങ്കുണ്ട്. ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ പിന്തുണയും തുടർച്ചയായ ബോധവൽക്കരണം അത്യാവശ്യമാണ്, ലഹരി നിയമം കർശനമാക്കണം എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിന്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വ്യാജവാർത്തകളും പ്രചരിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, കോട്ടയം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു എന്ന ഒരു വ്യാജവാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്ന സ്കൂളുകൾക്ക് മാത്രമേ അവധിയുള്ളൂ എന്ന് കളക്ടർ പിന്നീട് വിശദീകരണം നൽകി. ഇത്തരം വ്യാജവാർത്തകൾക്കെതിരെ നമ്മൾ എന്ത് മുൻകരുതലുകൾ എടുക്കണം? 1. വാർത്തയുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തി അതിന്റെ സാധുത ഉറപ്പുവരുത്തുക. വ്യാജവാർത്തയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. സൈബർ സെൽ പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ അറിയിക്കുക. ആധുനിക യുഗത്തിൽ സമൂഹത്തിലെ മിക്കവാറും എല്ലാ ആളുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ആശയവിനിമയം നടത്തുന്നു. ഡിജിറ്റൽ ലോകത്തിലെ അത്തരം കെണികളെ എല്ലാവരും തിരിച്ചറിയണം. നമ്മൾ ഡിജിറ്റൽ മീഡിയ സാക്ഷരത നേടണം. എന്താണ് മീഡിയ സാക്ഷരത? വിവിധ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ ആക്സസ് ചെയ്യാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവാണ് മീഡിയ സാക്ഷരത. എന്താണ് ഡിജിറ്റൽ സാക്ഷരത? ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്താനും അവയെ കാര്യക്ഷമമായി വിലയിരുത്താനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. 5. രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളും. പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിലും സമാഹരിക്കുന്നതിലും രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളും മുൻപന്തിയിലാണ്. ഭരണകക്ഷിയും പ്രതിപക്ഷവും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ ഒരു പങ്കുവഹിക്കുന്നുണ്ട്. പൊതുവായ പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് രാഷ്ട്രീയമായി ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം.
ഓരോ രാഷ്ട്രീയ പാർട്ടിയും തങ്ങൾക്കനുകൂലമായി പൊതുജനാഭിപ്രായം സൃഷ്ടിക്കുന്നതിനായി ജേണലുകൾ, ലഘുപലേഖകൾ, പ്രകടന പത്രികകൾ അതായത് മാനിഫെസ്റ്റോകൾ, പോസ്റ്ററുകൾ, ലേഖനങ്ങൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കുന്നു. അതോടൊപ്പം സമ്മേളനങ്ങൾ, പ്രകടനങ്ങൾ, റാലികൾ, സെമിനാറുകൾ എന്നിവയും സംഘടിപ്പിക്കുന്നു. 6. സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ്. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. മതസ്ഥാപനങ്ങൾ, ജാതി-മത സംഘടനകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, സ്ത്രീ സമത്വ പ്രസ്ഥാനങ്ങൾ, ട്രേഡ് യൂണിയനുകൾ, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, വ്യാപാരി സംഘടനകൾ, പരിസ്ഥിതി സംഘടനകൾ തുടങ്ങിയവ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ അവരുടേതായ പങ്ക് വഹിക്കുന്നു. 7. അഭിപ്രായ വോട്ടെടുപ്പ്, ഒപ്പീനിയൻ പോൾ. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ മനോഭാവങ്ങളെയും അഭിപ്രായങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള വളരെ ഫലപ്രദമായ മാർഗമാണ് അഭിപ്രായ വോട്ടെടുപ്പുകൾ. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനായി ജനസംഖ്യയുടെ ഒരു സാമ്പിളിനെ സമീപിക്കുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ കഴിയും. 8. കലയും സാഹിത്യവും, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. മഹാകവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയിലെ വരികൾ കേൾക്കൂ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. ജാതി വ്യത്യാസങ്ങളെ അവഗണിച്ച് താഴ്ന്ന ജാതിക്കാരിയായ ഒരു സ്ത്രീയെ സഹോദരി എന്ന് അഭിസംബോധന ചെയ്തത് അക്കാലത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു വിപ്ലവകരമായ പ്രവൃത്തിയായിരുന്നു. തൊട്ടുകൂടായ്മ പോലുള്ള ജാതിവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ ഒരു കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. ഓരോ കാലഘട്ടത്തിലെയും കല, സാഹിത്യം, സിനിമ എന്നിവ അക്കാലത്തെ പൊതുജനാഭിപ്രായത്തിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നു. ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത് തുടങ്ങിയ കലാരൂപങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹിക തിന്മകൾക്കും ആചാരങ്ങൾക്കുമെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ സഹായിച്ചു. നിരക്ഷരരായ ആളുകൾക്ക് പൊതുവിഷയങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവേ ഉണ്ടാകൂ. അവർക്ക് യുക്തിസഹമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ കഴിഞ്ഞെന്നുവരില്ല. ഡിജിറ്റൽ വിടവ്, അതായത് ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട്ഫോൺ തുടങ്ങിയ ആധുനിക വിവരസാങ്കേതികവിദ്യ ആക്സസ് ചെയ്യുന്നതിലെ വിടവാണ് ഡിജിറ്റൽ വിടവ്. ഇത് ഫലപ്രദമായ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് തടസ്സമാകുന്നു. 3. ദാരിദ്ര്യം, പോവർട്ടി. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഗ്രൂപ്പുകൾ പലപ്പോഴും പൊതുകാര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നു. അതിനാൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ ഉചിതമായി പങ്കെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. 4. അനാരോഗ്യമായ രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷപാതവും ജനങ്ങൾക്കിടയിലെ ധ്രുവീകരണവും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് തടസ്സമാകുന്ന ഘടകങ്ങളാണ്. 5. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ അനാരോഗ്യമായ രീതികൾ. തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്ന അനാരോഗ്യമായ രീതികൾ പലപ്പോഴും യഥാർത്ഥ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് തടസ്സമാകുന്നു. ഇവ കൂടാതെ അഴിമതി, പ്രാദേശികവാദം, മറ്റ് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, സങ്കുചിത ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾ, ഹീറോ വർഷിപ്പ് തുടങ്ങിയവയെല്ലാം യഥാർത്ഥ പൊതുജനാഭിപ്രായത്തെ ദുർബലപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. പൊതുജനാഭിപ്രായം ശക്തമായ ഒരു ജനാധിപത്യത്തെ കൂടുതൽ ശക്തമാക്കും. ജനാധിപത്യത്തിന്റെ പരിമിതികൾ തിരുത്താനും ശരിയായ ദിശയിലേക്ക് നയിക്കാനും ശക്തമായ പൊതുജനാഭിപ്രായത്തിന് കഴിയും. ജനാധിപത്യമെന്നത് ഒരു രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും തുല്യ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ്. ശക്തമായ പൊതുജനാഭിപ്രായമുള്ള ഒരു സമൂഹത്തിൽ ഏകപക്ഷീയവും സ്വേച്ഛാധിപത്യപരവുമായ പ്രവണതകൾ തടയപ്പെടുകയും പൗരന്മാരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ജനങ്ങളുടെ ഏകീകൃത അഭിപ്രായം എന്ന നിലയിൽ പൊതുജനാഭിപ്രായം ജനാധിപത്യ സംവിധാനങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8000666363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.